അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഓർമ്മപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ വീണ്ടും ആ ദുഃഖത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് അങ്ങനെ വേണ്ട എന്ന് പറയുന്നത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്കൊരു കൃത്യമായ ദിവസം അതിനുവേണ്ടി നിശ്ചയിച്ചു തന്നിട്ടില്ല. അങ്ങനെ 3 ദിവസത്തിൽ അപ്പുറമായിക്കൂടാ എന്നോ 3 ദിവസത്തിന്റെ അകത്തേ പാടുള്ളൂ എന്നോ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക കൃത്യമായ രേഖകളോ പ്രമാണങ്ങളോ ഒന്നും ഈ ഉള്ളവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിലപ്പുറം 3 ദിവസത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തപ്ത കുടുംബങ്ങളെ, ദുഃഖാർത്തരായ മക്കളെ ആശ്വസിപ്പിച്ചതായി നമുക്ക് തെളിവുകൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെടുന്നു എങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും, എത്ര ദിവസം കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര മരണത്തിന്റെ അടുത്ത സമയമാണെങ്കിലും എപ്പോഴാണ് ആശ്വസിപ്പിക്കൽ അനിവാര്യമായി തോന്നുന്നതെങ്കിൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ആശ്വാസത്തിന്റെ വചനങ്ങൾ, അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സമാധാനിപ്പിക്കുന്ന വാചകങ്ങളും വാക്കുകളും കാര്യങ്ങളും എടുത്തു പറയാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രത്യേകമായ വാചകങ്ങൾ വല്ലതും അറിയാമെങ്കിൽ അതങ്ങനെ തന്നെ പറയലാണ് ബർക്കത്തുള്ളത്. എന്നാൽ നമുക്കൊരു മരണം നടന്ന വീട്ടിൽ പോയി അവിടെയുള്ള കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു പ്രത്യേക വചനം വേണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ നിന്ന് പ്രവാചകൻ അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന, ആശ്വാസമുണ്ടാക്കുന്ന വചനങ്ങൾ പറഞ്ഞതായി കാണാം. ഉദാഹരണമായി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ ഇടയ്ക്കിടെ ദിവസേന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബിയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടിയുണ്ടാകാറുണ്ട്, ചെറിയ മോന്. ആ കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് മടിയിൽ കയറി കളിക്കുമ്പോ റസൂലുള്ളാഹി ഇതിങ്ങനെ കാണാറുണ്ട്. വാപ്പ കുട്ടിയെ ഇങ്ങനെ ഓമനിക്കുന്ന രംഗം. അകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാപ്പയോടൊരിക്കെ, കുട്ടിയോട് വല്ലാത്ത സ്നേഹമാണല്ലേ? അതെ. കുറച്ചു ദിവസം കഴിഞ്ഞു നോക്കുമ്പോ ഈ സഹാബിയെ കാണുന്നില്ല. മഹാനായ നബി തങ്ങൾ അന്വേഷിച്ചു, ഈ കാണാതായ വ്യക്തിയെ എവിടെ പോയി എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് സഹാബിമാര് പറയുന്നത്, അദ്ദേഹത്തിന്റെ നമ്മുടെ സദസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന വളരെ ഓമനത്വമുള്ള കുഞ്ഞു മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ കയറി ചെന്നുകൊണ്ട് അദ്ദേഹം വിഷമത്തോടുകൂടി ഇരിക്കുമ്പോ പറയുന്നു, അല്ലയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ കുട്ടിയെയുമായി ഉല്ലസിക്കുന്നതും നിങ്ങൾ രസിക്കുന്നതുമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഔ അല്ലെങ്കിൽ അതോ ലാ തഅതി ഗദൻ ഇലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്നതി ഇല്ലാ വജദതഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹുഹു ലക, അതോ നിങ്ങൾ ആശിക്കുന്നത് നിങ്ങൾ നാളെ പരലോകത്ത് മരണപ്പെട്ടു ചെന്നാൽ ആ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറുമ്പോ സ്വർഗത്തിലെ ഓരോ കവാടത്തിന്റെയും വാതിലുകൾ തുറക്കാൻ വേണ്ടി നിങ്ങൾ എത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾക്ക് വേണ്ടി, ഈ പൊന്നാര ഉപ്പാക്ക് വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി നിങ്ങളുടെ മോൻ അവിടെ മുമ്പേ എത്തി നിൽക്കുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? റസൂലുള്ളാഹിയുടെ ആശ്വാസത്തിന്റെ വചനങ്ങൾ. ഈ കുട്ടി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞ് ഈ ദുനിയാവിൽ കുഞ്ഞുമായി ഇങ്ങനെ ഉല്ലസിക്കുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അതോ ആഖിറത്തിലെത്തിയിട്ട് നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ സ്വർഗത്തിലെ ഓരോ വാതിൽക്കൽക്കും നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് ഡോർ തുറന്നു തരാനും നിങ്ങളുടെ മുമ്പേ അവിടെ ഈ മോൻ എത്തുന്നതാണോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഇതാണ് റസൂലുള്ളാഹി ആ സഹാബിയോട് ചോദിക്കുന്നത്. ആ സഹാബിയുടെ മറുപടി, യാ നബിയല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ബൽ യസ്ബിഖ്നി ഇലാ ബാബിൽ ജന്നതി ഫയഫ്തഹുഹാ ഇലയ്യ ലഹു അഹബ്ബു ഇലയ്യ. നബിയെ, എനിക്ക് രണ്ടാമത് പറഞ്ഞതാണ് വേണ്ടത്. എന്റെ കുഞ്ഞ് മരിച്ചു പോയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. നാളെ ഞാൻ സ്വർഗത്തിലെത്തുമ്പോ അതിന്റെ മുമ്പായി തന്നെ എന്റെ മോനെന്നെ സ്വീകരിക്കാൻ അവിടെ എത്തി എന്നറിഞ്ഞുവെങ്കിൽ, അങ്ങനെ എത്തുമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ ഫദാക ലക, അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്, അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ മറ്റുള്ള സ്വഹാബിമാര് ഇത് കേട്ടപ്പോ വേറെ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലഹു ഖാസത്തൻ അവലി കുല്ലിനാ, ഇപ്പറഞ്ഞ കാര്യം ഈ ഒരു വ്യക്തിക്ക് മാത്രമാണോ നബിയെ, അതോ ഞങ്ങളിൽ ആർക്കിങ്ങനെ സംഭവിച്ചാലും അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോ
റസൂലുള്ള പറയുന്നു ബല്ലി കുല്ലിക്കും, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഒരു പ്രത്യേക വചനം പറയുകയല്ല ചെയ്തത്, മറിച്ച് വിഷമം അനുഭവിച്ചുകൊണ്ട് തന്റെ ഓമനത്തും തുളുമ്പുന്ന കുഞ്ഞുമോന്റെ മരണത്തിൽ വിഷമം സഹിച്ചുകൊണ്ട്, ദുഃഖം സഹിച്ചുകൊണ്ട് സാധാരണ സദസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന ഒരു സ്വഹാബി വളരെ വിഷമിച്ച് വീടിന്റെ അകത്ത് തന്നെ ഖിന്നനായി ദുഃഖിതനായിട്ടിരിക്കുമ്പോ റസൂലുള്ള കയറി ചെന്നുകൊണ്ട് പറഞ്ഞ ആശ്വാസവചനങ്ങൾ ഈ നിലക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യം അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തത് കൊണ്ട് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യന് അവന്റെ നാളെ പാരത്രിക ലോകത്തേക്ക് സന്തോഷമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാനും ക്ഷമ കൈക്കൊള്ളുന്നതിന്റെ പ്രതിഫലം എത്രയാണെന്ന് പഠിപ്പിക്കാനും ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗലോകത്ത് കിട്ടാനുള്ള മഹനീയമായ അനുഗ്രഹങ്ങളുടെ വണ്ണം എത്രയാണെന്ന് പഠിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തഅസിയത്തിന്റെ അവസരത്തെ, ആ അനുശോചനം പറയുന്ന, അതല്ലെങ്കിൽ ആ സമാശ്വസിപ്പിക്കുന്ന നേരത്തെ ഉപയോഗപ്പെടുത്തി. അതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. ആശ്വസിപ്പിക്കാൻ എന്തൊക്കെ പറയണോ, എങ്ങനെയൊക്കെ പറയണോ, ആ നിലക്ക് നല്ല രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞ് ആ കുടുംബത്തിലെ ആളുകളോട് കൃത്യമായി അവരോട് ക്ഷമിക്കാനും ക്ഷമിച്ചാലുള്ള പ്രതിഫലത്തെയും, മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങളുടെ ദുആ കൊണ്ടാണ് അദ്ദേഹത്തിന് ഫലം കിട്ടുന്നത്, നിങ്ങൾ കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല, ക്ഷമകേട് കാണിച്ചത് കൊണ്ട് കാര്യമില്ല, എല്ലാവരും മരിക്കേണ്ടവരാണല്ലോ, മുമ്പേ അദ്ദേഹം പോയി എന്നല്ലേയുള്ളൂ എന്നൊക്കെയുള്ള ആശ്വാസത്തിന്റെ വചനങ്ങൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് തഅസിയത്തിന്റെ അവസരത്തിൽ പറയപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മോള്, ആ മകളുടെ ഒരു കുട്ടിയുടെ മരണവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ കുട്ടി മരിക്കാൻ പോവുകയാണ്. ആ മരണത്തിന്റേതായ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അറിയിക്കാൻ ഒരാളെ പറഞ്ഞേക്കുന്നു. ഈ മോള് എന്താ പറയുന്നത്? ഇന്നബ്നല്ലി ഖുബിള ഫഅ്തിനാ, ഇതാ മോന് മരിക്കാൻ പോകുന്നു, മരണത്തോടടുത്തിരിക്കുന്നു, പേരക്കുട്ടിയെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി റസൂലുള്ളാഹിയെ വിളിക്കുമ്പോ ഫഅർസല യുഖ്രിഉ സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന ദൂതനോട് സലാം പറഞ്ഞയച്ചുകൊണ്ട് പറയുന്നു, മോളോട് പറയീ ആശ്വാസത്തിന്റെ വചനം. എന്താ പറയേണ്ടത്? ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. പറയപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും ആശ്വാസത്തിന്റെ വചനങ്ങളിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല വാചകമാണിത് എന്ന് നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. റസൂലുള്ള മകളെ ആശ്വസിപ്പിച്ച വചനം, മകളുടെ മകൻ മരിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ച വചനമാണത്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിന്റെ ആശയം എന്താണെന്ന് കേൾപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഒന്നുകൂടി പറയട്ടെ. ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ, അല്ലാഹു വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റേതാണ്. അല്ല വല്ലതും തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ അവകാശപ്പെട്ടതേ അവൻ എടുത്തിട്ടുള്ളൂ. വലഹു മാ അഅതാ, അല്ല വല്ലതും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതും അവന്റേത് തന്നെയാണ്. നമുക്കല്ല ചിലപ്പോ ചിലത് നൽകും, അത് അവന്റേതാണ്, നമ്മുടേതായിട്ട് നൽകിയതല്ല. സമയമാകുമ്പോ അള്ളാഹു അതങ്ങ് തിരിച്ചെടുക്കും, അതിനും അവന് സ്വാതന്ത്ര്യമുണ്ട്, അവന്റേതാണ് മുതല്. അതുകൊണ്ട് ഇന്നലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ, തന്നതും എടുത്തതും കൊടുത്തതും ഒക്കെ അവന്റേത് തന്നെയാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, ഏതൊരു മുതലാണെങ്കിലും ഏതൊരു വസ്തുവാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു നിർണയിക്കപ്പെട്ട അവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റബ്ബങ്ങ് തിരിച്ചെടുക്കും. സമയമാകുമ്പോ നമ്മളെ ഏൽപ്പിച്ച സാധനത്തെ അവനങ്ങ് മടക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് മോളോട് പറഞ്ഞേക്ക്, ഫൽ തസ്ബിർ, എന്റെ പൊന്നുമോള് ക്ഷമിച്ചോ, വൽ തഹ്തസിബ്, നീ അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലത്തെ ആഗ്രഹിച്ചോ. സഹിക്കാനും ആ സഹനത്തിലൂടെ റബ്ബിങ്കൽ നിന്ന് പ്രതിഫലത്തെ ആഗ്രഹിച്ചോളാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നോക്കൂ നിങ്ങൾ, ഇതിൽ പരം മുന്തിയ ആശ്വാസത്തിന്റെ വചനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചതാണ് നമ്മുടെ സന്താനങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരുടേവര് എന്നും നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല, അവർക്ക് നമ്മളും എന്നും കൂടെ ഉണ്ടാവുകയില്ല. ആരായിരുന്നാലും ഒരവസരത്തിൽ പോകേണ്ടവരാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, എല്ലാ വസ്തുക്കളും എല്ലാ വ്യക്തികളും ആരാവട്ടെ അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊക്കെ ഒരു നിർണയിക്കപ്പെട്ട അവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ റബ്ബങ്ങ് മടക്കി വിളിക്കും. ചിലര് നേരത്തെ പോകും, ചിലര് കുറച്ച് കഴിഞ്ഞിട്ട് പോകും. എല്ലാവരും എത്തേണ്ടവരാണ്. ചിലര് നേരത്തെ പോയി എന്നേയുള്ളൂ. അതുകൊണ്ട് ഫൽ തസ്ബിർ, സഹിച്ചോ. അങ്ങനെ സഹിക്കുന്നവർക്ക്, അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തെ എന്റെ മോള് ആശിച്ചോളൂ. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ വബശ്ശിരിസ് സാബിരീൻ. ക്ഷമാലുക്കൾക്ക് സുവിശേഷം അറിയിക്കുക നബിയേ. ആരാണ് ക്ഷമാലുക്കൾ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ. ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. എന്താണ് ക്ഷമാലുക്കളുടെ സ്വഭാവമെന്നോ? അവർക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവരിങ്ങനെ മാത്രമേ പറയൂ. അവർ ക്ഷമകേടോ സഹിഷ്ണുകേടോ കാണിക്കാതെ അവർ പറയുന്നത് ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അതാണ് ഇവിടെ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന ലില്ലാഹി മാ ഖദാ വലില്ലാഹി മാ അഅതാ. അല്ലാഹുള്ളതാണ് അവൻ തന്നതും അവൻ എടുത്തതൊക്കെ അവന്റേതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊന, ഞങ്ങളൊക്കെ അവങ്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അങ്ങനെ ക്ഷമാലുക്കളായ ആളുകളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞില്ലേ ഇവിടെ മോളോട്, ഇങ്ങനെ ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് മോളെ. അത് അല്ലാഹു വാഗ്ദത്തം ചെയ്ത ഓഫറാണ്, അല്ലാഹു പറഞ്ഞിട്ടുള്ള പ്രതിഫലമാണ്. ഉലൈക, ഇത്തരത്തിൽ ക്ഷമിക്കാൻ കഴിവുള്ള ആളുകളുണ്ടോ? അലൈഹിം, അവർക്കുണ്ട് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഏറ്റവും വലിയ കാരുണ്യമുണ്ട്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, പടച്ചവന്റെ അടുക്കൽ നിന്ന് അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളുണ്ട്, കരുണ അവർക്ക് ചൊരിയുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേരിന്റെ മാർഗം സിദ്ധിച്ചവരെന്ന് അല്ലാഹു പറയുന്നു. ആ പ്രതിഫലത്തെ എന്റെ മോള് ആശിച്ചോ, അതുകൊണ്ട് ക്ഷമിച്ചോ. വൽ തഹ്തസിബ്നി, പ്രതിഫലത്തെ മോഹിച്ചോളൂ. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോളുടെ കുട്ടി മരിച്ച അവസരത്തിൽ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വചനം ഇത്. വമിൻ അഹ്സനി മാ യുഅസ്സാ ബിഹി, പറയപ്പെടാവുന്ന തഅസിയത്തിന്റെ, അനുശോചനത്തിന്റെ, സമാശ്വസിപ്പിക്കലിന്റെ വാചകങ്ങളിൽ ഏറ്റവും നല്ല വാചകം ഇതാകുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് അറബിയിൽ ഇങ്ങനെ പറയാൻ കഴിയൂലെങ്കിൽ ഇതിന്റെ ആശയമെങ്കിലും പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കാൻ കഴിയണം, കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയണം. അതിൽ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചു വെക്കണം. എന്ത്? ഇങ്ങനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് നിശ്ചയിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അതിനുവേണ്ടി ഒരു 3 നിശ്ചയിക്കുക. അങ്ങനെ ഇന്ന് തഅസിയത്തിന്റെ ദിവസമാണ്, കണ്ണോക്കിന്റെ ദിവസമാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോകണം. അങ്ങനെ കുടുംബങ്ങളൊക്കെ അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. എന്തിന്? ആളുകളൊക്കെ ആശ്വസിപ്പിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് സന്തപ്ത കുടുംബങ്ങൾ കൂടിയിരിക്കുക. അങ്ങനെ തഅസിയത്ത് സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലോ പള്ളിയിലോ മറ്റേതെങ്കിലും ടെന്റുകളിലോ അങ്ങനെ ഇരിക്കുന്നത് വെറുക്കപ്പെട്ട സംഗതിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തഅസിയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകം ടെന്റ് കെട്ടുന്നതും അങ്ങനെ അതിനുവേണ്ടി വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതും പാടില്ലാത്ത സംഗതിയാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരും അവരവർ ജോലിക്കൊക്കെ പോകണം. ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകണം, പുറത്തു പോകുന്നവർ പുറത്തു പോകണം. വഴിക്ക് വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചൊന്നോ അവരെ കാണേണ്ട ആളുകൾ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. അതല്ലാതെ ഇതിനു വേണ്ടി ഒരു ചടങ്ങ്, അങ്ങനെ അതിന് വരുന്നവർക്ക് വേണ്ടി ഒരു ഭക്ഷണം, അതിന് മരിച്ചന്നൊരു ഭക്ഷണം, പിറ്റേ ദിവസം ഒരു ഭക്ഷണം, 3-ന്റെ അന്ന് കണ്ണോക്കിനൊരു സദ്യ, അതിനുവേണ്ടി ഒരു കുലാവി കാച്ചൽ, അതിനുവേണ്ടി ഒരു മധുരപായസം, ഇങ്ങനെ പലതും. അതങ്ങനെ ചെല്ലുക. എന്നിട്ട് എന്താ ആശ്വസിപ്പിക്കല്? അവിടെ ചെല്ലുക, കുലാവി കുടിക്കുക, പോരുക. എന്നെന്താ? കണ്ണോക്കിന് പോവുക. ഇങ്ങനെ ഒരു സമ്പ്രദായം, ഇങ്ങനെ ഒരു ചടങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥത്തിൽ നിശ്ചയിച്ചിട്ടില്ല. തന്നെയുമല്ല ഇന്ന് കാണുന്ന പരിപാടി എന്താ? ഇന്ന് കാണുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിൽ അന്ന് തന്നെ സദ്യയുണ്ടാക്കലാണ്. മരിച്ച വീട്ടിൽ അന്ന് തന്നെ സദ്യയുണ്ടാക്കുക.
സദ്യ ഉണ്ടാക്കിയിട്ട് മരിച്ച ഈ വീട്ടിൽ വെച്ച് മറ്റുള്ള ആളുകൾ വന്നിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് എമ്പക്കം വിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തനമാണ്. അത് ചെയ്യാത്തവരൊക്കെ മരിച്ചവരോട് സ്നേഹമില്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ വാദി പ്രതിയാവുകയാണ്. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? മരിച്ച വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനല്ല, മരണം നടന്ന വീട്ടിലെ കുടുംബങ്ങൾ അന്നത്തെ ദിവസം അവർക്ക് ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തക്കപ്പുറം ദുഃഖാർത്ഥമായ മനസ്സുകളുമായി കഴിച്ചുകൂട്ടുന്നവരായതുകൊണ്ട് ബന്ധുക്കളോടും അയൽക്കാരോടും പറയുന്നു, നിങ്ങൾ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണമുണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയോ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ച് തീറ്റിക്കുകയോ ആണ് വേണ്ടത്. മുഅ്തത്ത് യുദ്ധത്തിലതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായ വിവരം കിട്ടിയപ്പോ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുന്നു, ഇസ്നഊ ലി ആലി ജഅഫർ തആമാ ഫഖദ് അതാഹും അംറുൻ യുശ്ഗിലുഹും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതാഹും മാ യുശ്ഗിലുഹും. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവീൻ. കാരണം ഫഖദ് അതാഹും അംറുൻ യുശ്ഗിലുഹും, അവർക്കിന്ന് ഭക്ഷണ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തക്കപ്പുറമൊക്കെ മുസീബത്ത് ബാധിച്ച ദിവസമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് വാദി പ്രതിയാകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അയൽക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം, മരണ വീട്ടുകാരെടുത്തുനിന്ന് ഇങ്ങോട്ട് തിന്നലല്ല. ഇതാണ് ഈ ഒരു അനാചാരത്തിനെതിരെ അകത്തുനിന്നും പുറത്തുനിന്നും ശബ്ദിച്ച പണ്ഡിതന്മാരുണ്ട്. ഈ അനാചാരം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ പോലും ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. അതാണ് തഴവാ മൗലവിയുടെ പുസ്തകത്തിൽ, പാഠ്യപുസ്തകത്തിൽ കാണാം. അയാൾ പറയുന്നുവെന്ന്, മരണം നടന്ന ഭവനമിൽ വന്നന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചെലവിന് എന്നുള്ള മട്ടാണിന്ന് വന്നിരിക്കുന്നത്. പ്രതിക്കൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത്? നബി മുസ്തഫ പഠിപ്പിച്ചതിനെതിരാണിത് എന്നാണ് അബൂദാവൂദിലും കാണുന്നത്. അദ്ദേഹം പറയണത്, മരണം നടന്ന ഭവനമിൽ വന്ന് അന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചെലവിന്. അതാ ഇന്നത്തെ സ്ഥിതി. മരിച്ച വീട്ടിൽ വന്നുകൂടിയ ആൾക്കാർക്ക് ആ വീട്ടുകാർ ഭക്ഷണം കൊടുക്കണം എന്നുള്ള മട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത്. ഇവൻ എന്തൊരു പിഷ്കനാന്നാ പറയുന്നത്. ഇവനവിടെ ഭക്ഷണമല്ല, അടിയന്തരം ഉണ്ടാക്കിയിട്ടില്ല, മരിച്ച മറമാടി കഴിഞ്ഞു വന്ന പരിയിൽ നല്ല സദ്യ വേണം. എന്താ അതിലൂടെ ഒരാൾ നടന്നു പോകുകയാണെങ്കിലുള്ള ബഹളം എന്താ? പപ്പടം വേണോ, ഇറച്ചി വേണോ, എന്താ ചോറ് വേണോ, കഴിക്കുന്ന സാധനം ഉണ്ട് എന്ന്. ഏതോ ഒരു പരദേശി ആ വീട്ടിന്റെ മുമ്പിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പൊ മകളെ കല്യാണം ബമ്പായിട്ട് നടക്കുകയാണ്. അതിന് അക്കോലത്തിൽ ആ തീറ്റിക്കലും പുറത്തുള്ള പോലെ തീറ്റിക്കലാ വീട്ടുകാരൻ. എന്നാലോ റസൂൽ പറഞ്ഞ എന്താ? മരിച്ച വീട്ടുകാരെ ഇപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവരെ ഭക്ഷണം കൊടുക്കണം എന്നാ പറഞ്ഞത്. നേരെ എതിരാ ചെയ്യുന്നത്. എന്നിട്ട് ഇയാൾ പറയണേ, ഈ പണ്ഡിതൻ തന്നെ അത്ഭുതം കൂറുകയാണ്. സുബ്ഹാന റബ്ബി, അത്ഭുതം തന്നാണിത്. പ്രതിക്കൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത്? നബി മുസ്തഫ പഠിപ്പിച്ചതിനെതിരാണിത് എന്നാണ് അബൂദാവൂദിലും കാണുന്നത്. എന്താ അബൂദാവൂദിന്റെ ഹദീസ് അറിയോ? അതേ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്വഹാബത്ത് പറയുന്നത് കേട്ടോ. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിതി വസനീഅത്ത് അത്ആമി ബഅദ ദഫ്നിഹി മിനൻ നിയാഹതി. ഞങ്ങൾ മരിച്ച വീട്ടുകാരുടെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടുന്നതും അവിടെ ആ ചടങ്ങിന്റെ ശേഷം അഥവാ സംസ്കരണം നടന്നതിന്റെ ശേഷം ജനാസ മറമാടിയതിന്റെ ശേഷം അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അത് തിന്നാൻ വേണ്ടി ഒരുമിച്ച് കൂടലുമൊക്കെ ഞങ്ങൾ കണക്കാക്കിയിരുന്നത് മിനൻ നിയാഹതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള ഒരു ഏർപ്പാടുണ്ട്. എന്താണെന്നോ? അട്ടഹസിച്ചുകൊണ്ട് കരയുന്ന പെണ്ണുങ്ങളെ പറ്റി, മാറുമാന്തി പിളർത്തുകൊണ്ട് കരയുന്ന പെണ്ണുങ്ങളെ പറ്റി, മുടിയഴിച്ചാടിക്കൊണ്ട് സങ്കടം പറയുന്ന പെണ്ണുങ്ങളെ പറ്റി, ആ തരത്തിലുള്ള നായിഹാത്തുകളായ സ്ത്രീകളെ റസൂലുള്ള ശപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിയാഹത്തിന്റെ വകുപ്പിലാണ് ഈ മരണം നടന്ന വീട്ടിൽ വെച്ച് ആളുകൾ അതിനു വേണ്ടി ഒരുമിച്ച് കൂടലും അവിടെ ഒരു സദ്യ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ശപിക്കപ്പെട്ട നിയാഹത്തിന്റെ വകുപ്പിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി എന്ന് പറയുന്ന സ്വഹാബി രേഖപ്പെടുത്തുന്നു. അതാ പറയുന്നത്. എന്ത്? അങ്ങനെ ഒരു സമ്പ്രദായമില്ല.
അപ്പൊ ഒന്നിന് തന്നെ അടിയന്തരമാണ്, രണ്ടാം ദിവസം അടിയന്തരമാണ്, 3-ന് കണ്ണോക്കടിയന്തരമാണ്, 7-ന് ചാവടിയന്തരമാണ്, പിന്നെ 14, 40, 60, 90 ആണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് മരണ വീട്ടിലെ എത്തിയും മക്കളുടെ സ്വത്തിൽ നിന്ന്, പാവപ്പെട്ട കുട്ടികൾക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാത്ത ആ മക്കളുടെ സമ്മതം പോലും അന്വേഷിക്കാതെ ഇനി ചോദിച്ചാൽ തന്നെ മക്കൾക്ക് എന്ത് വിവേകമാണുള്ളത്, ആ സ്വത്തിൽ നിന്നെടുത്തുകൊണ്ട് ലോകമൊട്ടാകെയുള്ള ആളുകൾക്ക്, രാജ്യത്തൊട്ടാകെയുള്ള ജനങ്ങൾക്ക് വമ്പൻ സദ്യയൊരുക്കിയിട്ട് ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുമ്പോ ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ചര്യയുമായി എത്ര ദൂരെയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം നടന്ന വീട്ടുകാരോട് ആ മരണത്തിന്റെ പേരിൽ അന്നത്തെ ദിവസമോ പിറ്റേ ദിവസമോ 3-ന്റെ ഒന്നോ ഒരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. 7-നോ 14-നോ അങ്ങനെ ആണ്ടിനോ ഉള്ളൊരു പരിപാടിയും അതിനില്ല. മയ്യത്തിന്റെ പേരിൽ മക്കൾക്ക് തന്റെ വാപ്പയുടെ പേരിൽ സ്വതക്ക ചെയ്യാം, അത് വേറെ വിഷയമാണ്. അതും ഈ കാര്യവും രണ്ടാണ്. ഇത് മറ്റാചാരങ്ങളെ സംബന്ധിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്, അത് വേറെ വിഷയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, തഅസിയത്തിന്റെ പേരിൽ നടമാടുന്ന അനാചാരങ്ങൾ മാത്രല്ല, ഈ തഅസിയത്തിന്റെ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയാനൊന്നുമല്ല ആരും പോകുന്നത്. ആരും പോയിട്ട് അവിടെ പോയിട്ട് അത് പറയാനില്ല, ഇതൊരു ചടങ്ങാ. പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പറയും, ഒക്കെ സാരട്ട് കൊടുക്കൂ, ഇരുന്നു കുറച്ചേരം മൂപ്പരിങ്ങനെ മേപ്പൊട്ട് നോക്കിയിരുന്നു. അങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരിക്കണം. എന്താണ് ആ ഇരുത്തത്തിന്റെ തന്നെ കണ്ടാ അറിയാ, അകത്തുനിന്ന് കുലാബി വരണം, അല്ലെങ്കിൽ പായസം വരണം. അത് കിട്ടി കുടിച്ചു, എന്നാ പിന്നെ പോട്ടോ. അങ്ങനെ മൂപ്പരിറങ്ങി. വേറെന്താ നടക്കുന്നത്? ആരാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ ആശ്വാസം പറയുന്നത്? വേണേ പറയും, ചിലപ്പോ എന്തെങ്കിലും ദുഃഖമുള്ളാകുന്ന വർത്താനം പറയും, പോയി അല്ലേ വല്ലാത്തൊരു മുതലേന്നിട്ടോ, പോയി അല്ലേ എന്ന് വല്ലാത്തൊരു മുതലേന്ന് ആ സങ്കടം കൂടിയായി. ഇവന്റെ പായസത്തിന്റെ പൈസയും പോയി, ഇവന്റെ ദുഃഖം വേറെയായി. ഈ രൂപത്തിലുള്ള കണ്ണോക്കുകളാ. കാരണം ഒരു ചടങ്ങായി മാറുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങല്ല നമുക്ക് വേണ്ടത്, ഒരു ചടങ്ങല്ല. അതിലടങ്ങിയിട്ടുള്ള തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാര് തയ്യാറായേ പറ്റൂ. അതിന് പല സ്ഥലത്തും ബഹളമാണ്, വഴക്കാണ്, വക്കാണുമാണ്. എന്താ? തഅസിയത്തിന് കണ്ണോക്കിന് അളിയാക്ക വന്നപ്പോ കൊണ്ടുവന്ന പലഹാര കൊട്ടക്ക് വലിപ്പം പോരാ, കൊണ്ടുവന്ന പൊതിക്ക് വെയിറ്റ് പോരാ, കൊണ്ടുവന്ന പൊതിക്ക് വെയിറ്റ് പോരാതെ പോയി. അതുകൊണ്ട് അളിയാക്കാട് കുടുംബത്തിന് അത് ഷെയ്മായി. മറ്റേ എളാപ്പന്റെയും മൂത്താപ്പന്റെയും കുടുംബത്തിൽ നിന്ന് വന്നപ്പോ വലിയവര് കാർട്ടൂണാണ് ഹലുവയും ഈത്തപ്പഴവും കൊണ്ടുവന്നത് കണ്ണോക്ക് കാണാൻ. തഅസിയത്തിന് വരിക, ഇവൻ അലുവി ഈത്തപ്പഴം ചാക്കും വെറ്റിലി അടക്കിയും പുകവലിയും സിഗരറ്റും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ മൂപ്പര് വരുന്നത്. ഇങ്ങനെ ഓരോ ആചാരങ്ങള് ഇങ്ങനെ പലഹാരക്കൊട്ട ചെയ്തിട്ട് പോകേണ്ടതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീട്ടിലേക്ക് പലഹാരക്കൊട്ടയിട്ട് പോകാനല്ല പറഞ്ഞത്. അവിടെ പോയിട്ട് അവിടുത്തെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്ക്, അവരോട് സബറിന്റെ പ്രത്യേകത പറയ്, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയ്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന് കിട്ടാവുന്ന അവന് നല്ല രൂപത്തിലുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്ത്. ഇതൊക്കെയാ പഠിപ്പിച്ചത്. ആ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകളായി അകപ്പതിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക, ഇത്തരം അവസരങ്ങളിൽ എന്ത് പ്രാർത്ഥനയാണെന്ന് പ്രകീർത്തനമാണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മുന്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വചനമാണ്, ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി. വേറെ റിപ്പോർട്ടിൽ വലഹു എന്ന് കാണാം, വലഹു മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. അതല്ലെങ്കിൽ അക്കാര്യം മലയാളത്തിലും പറയാ, എന്റെ മോളെ നീ ക്ഷമിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കിൻ, അള്ളാഹു വമ്പിച്ച പ്രതിഫലം നമുക്ക് തരും എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ചുള്ള പ്രോത്സാഹനങ്ങളാണ് പറയേണ്ടത്. ഇതാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മറ്റുള്ളതെല്ലാം അതിന്റെ ബാക്കിൽ വന്നിട്ടുള്ള നാട്ടാചാരങ്ങളും അനാചാരങ്ങളുമാണ്. ഇസ്ലാമും അതുമായിട്ട് ബന്ധമില്ല. അതിനുവേണ്ടി ഒരു കാത്തിരിപ്പില്ല, അതിനുവേണ്ടി ഒരു പലഹാരം കൊണ്ടുപോക്കില്ല, അതിനുവേണ്ടി ഒരു വെറ്റില കൊണ്ടുപോക്കില്ല, അതിനുവേണ്ടി ഒരു പ്രത്യേകമായ പന്തലിടലില്ല. ഇതൊക്കെ അതിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടാക്കിയ അനാചാരങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബർ സന്ദർശന വേളയെ സംബന്ധിച്ചാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ പലരും പ്രചരിപ്പിക്കുന്നുവെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് പറയുന്നു. ആദ്യത്തെ ആരോപണം തന്നെ നമ്മുടെ തലക്കിട്ടടിക്കുന്ന ആരോപണം എന്താ? ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവര് സിയാറത്ത് വിരോധികളാണ്, ഇവരുടെ കുട്ടികളെ ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ ബാപ്പമാരോടും ഉമ്മമാരോടും ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് വഷള് പറഞ്ഞിട്ട് വഷളാക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? സലഫി മദ്രസയിൽ പഠിപ്പിക്കരുത് കുട്ടികളെ, കാരണം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെങ്ങാനും മരിച്ചുപോയാൽ
വല്ല മൃഗത്തെയും കൊണ്ടുപോകും പോലെ ശവമഞ്ചത്തിലേറ്റി കൊണ്ടുപോയി ചൊടലക്കാട്ടിൽ കൊണ്ടുപോയി മറമാടി കയ്യിലുള്ള മണ്ണും പുരട്ടിക്കൊണ്ട് കയ്യിലുള്ള മണ്ണിങ്ങനെ കൊട്ടിക്കൊടഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയല്ലാതെ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയാൻ പാടില്ലെന്നും അത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നോക്കണം, നിങ്ങൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ സൗദി അറേബ്യയിലെ ഭരണാധികാരിയായിരുന്ന കിങ് ഫഹദ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഫഹദ് രാജാവിന്റെ മരണം നടന്നിട്ട് ഫഹദ് രാജാവിന്റെ ഖബറിന്റെ അരികിൽ സൗദി അറേബ്യയിലുള്ള ഏതാനും ആളുകൾ നിന്ന് ദുആ ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ ചില ആളുകൾ എടുത്തിട്ട് പറയുന്നു, കണ്ടോ വഹാബിന്റെ ഗവൺമെന്റുള്ള സൗദി അറേബ്യയിൽ ഇതാ ഖബറിൽ പ്രാർത്ഥന നടക്കുന്നു. വലിയ പുതുമയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഡ്ഢികൾ മനസ്സിലാക്കാതെ പോയി ഖബറിന്റെ അരികിൽ പോയിട്ട് ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യൽ ഇവിടെ ആരും എതിർത്തിട്ടില്ല, അതിവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഖബർ സിയാറത്ത് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ചിത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയുന്നു, കണ്ടോ വഹാബികൾ ഖബറിന്റെ അടുക്കൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്ന ഫോട്ടോ, ഇവർക്കിതൊക്കെ ശിർക്കല്ലേ, ഇവർക്കിതൊക്കെ ബിദ്അത്തല്ലേ, ഇപ്പൊ എങ്ങനെയാ വഹാബികൾക്ക് ഇത് ഹലാലായത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളോട് കണ്ണുരുട്ടി കാണിക്കാൻ വേണ്ടി, കൊഞ്ഞനം കുത്താൻ വേണ്ടിയിട്ട് സ്റ്റേജിലും പേജിലും വരുമ്പോഴുന്ന ആളുകളോട് വളരെ വിനീതമായി പറയട്ടെ, ഖബറിങ്കലേക്ക് സിയാറത്തിന് പോകാൻ റസൂലുള്ള പഠിപ്പിച്ച പോലെയുള്ള സിയാറത്ത് നടത്താൻ ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളോട് ആഹ്വാനം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ മാത്രമാണ്. എന്താ റസൂലുള്ള ഖബർ സിയാറത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത്? ഖബർ സന്ദർശനം ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഈ ഖബറും ബിംബമൊക്കെ കണ്ട് പരിചയിച്ച ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയുടെ ആദർശത്തിലേക്ക് കടന്നു വന്നപ്പോ അവരെ ഇനിയും ഖബറിന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ടാല് പണ്ടത്തെ ഓർമ്മ വന്നിട്ടെങ്ങാനും അവർ ശിർക്കിലേക്ക് പോയി പോകുമോ എന്ന് ഭയപ്പെട്ട റസൂലുള്ളാഹി ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഖബറിന്റെ അടുക്കൽ സന്ദർശനത്തിന് പോകാൻ പാടില്ല. പിന്നെ അവർക്ക് വിഷയമൊക്കെ പഠിച്ചു, അവർ മനസ്സിലാക്കി. ഇനി ഒരു ഖബർ കണ്ടാലും അവർക്കൊരു പ്രശ്നം വരാത്ത നിലക്ക് കൃത്യമായ ധീര മുജാഹിദുകളായി മാറിയപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ മനസ്സിൽ നെഞ്ചിൽ അവരേറ്റു വാങ്ങിയപ്പോ റസൂലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന വിലക്കങ്ങ് എടുത്തു കളഞ്ഞുകൊണ്ട് പറയുന്നു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറുഹാ, ഞാൻ നിങ്ങളോട് ഖബറുകൾ സന്ദർശിക്കുന്നത് മുമ്പ് വിലക്കിയിട്ടുണ്ടായിരുന്നു, ആ വിലക്കിനാ എടുത്തു കളഞ്ഞിരിക്കുന്നു, ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോ. എന്തിനാ സന്ദർശിക്കുന്നതെന്ന് റസൂലുള്ള പറയുന്നു, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് മരണത്തെ ഓർമ്മിപ്പിക്കും, ആഖിറത്തിനെ കുറിച്ച് ചിന്തയുണ്ടാക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു അലിവുണ്ടാകും. കണ്ണുനീരണിയാനത് പര്യാപ്തമാണ്. ഏത് കല്ല് പോലത്തെ മനസ്സാണെങ്കിലും ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മനുഷ്യന്റെ ഖബർ കാണുമ്പോ എനിക്കും ഇതുപോലെ കിടക്കേണ്ടവനല്ലയോ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഞാനും ഇത് ഏറ്റുമുട്ടേണ്ടവനല്ലയോ, ഈ ഒരു അവസ്ഥ സ്വീകരിക്കേണ്ടവനല്ലയോ ഞാനും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു സംസ്കരണം വരാൻ, നിങ്ങളുടെ കൽബൊന്നും ഇനിങ്ങാൻ, നിങ്ങളുടെ കൽബിനൊന്നും ആ ഒരു മയം വരാൻ വേണ്ടി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. അതേ അവസരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെന്ന്, ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ എന്താണ് ഖബറിൽ പറയേണ്ടത്? നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം അതാണ്. ഖബറിൽ പോകുന്ന ഒരു മുസ്ലിം എന്താണ് പറയേണ്ടത്? എന്താണ് അവിടെ വെച്ചവൻ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഖബറിൽ പോയിട്ട് അവിടെ നിന്ന് ഫാത്തിഹ ഓദിക്കോ, നീ യാസീൻ ഓദിക്കോ, എന്നിട്ട് അതിന്റെ കൂലി അങ്ങ് മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്തോ, അതല്ലെങ്കിൽ അവിടെ ഖുർആൻ ഓദിക്കോ, അതല്ലെങ്കിൽ അവിടെ വെച്ച് ബൈത്ത് ചൊല്ലിക്കോ, അതല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചോ, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ബറക്കത്ത് തേടിക്കോ. ഇതാണോ റസൂലുള്ള പറയുന്നത്? ഒരിക്കലുമല്ല. അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ള പഠിപ്പിക്കുന്നുവെന്ന്. ആയിഷ ബീവി ഒരിക്കൽ സുദീർഘമായ ഒരു സംഭവമാണ്.
റസൂലുള്ളാഹിനെ കാണാനില്ല. ഒരു രാത്രിയിൽ റസൂലുള്ളാഹിനെ കാണാതായപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഇറങ്ങി തെരഞ്ഞു പോകുന്നു. അപ്പോഴതാ റസൂലുള്ളാഹി ബഖീയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പൊതുശ്മശാനം, മദീനയിലെ പൊതുമഖ്ബറയായ പൊതുശ്മശാനത്തിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സുദീർഘമായ സംഭവത്തിൽ നിന്ന് ഞാൻ ചുരുങ്ങിയ ഭാഗം സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഭാഗം മാത്രം നിങ്ങളെ കേൾപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നോട് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ബഖീയിൽ പോയിട്ട് അവർക്ക് വേണ്ടി നബിയേ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇടക്ക് കയറി ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഖുൽതു, ഞാൻ ചോദിച്ചു, കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോ ഞാൻ അവർക്ക് വേണ്ടി എന്താണ് പറയേണ്ടത് നബിയേ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഖൂലി, ആയിഷ നീ പറഞ്ഞോ, എന്താ പറയേണ്ടത്? അസ്സലാമു അലാ അഹ്ലിദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ദുആകൾ കാണാം. ഒരു റിപ്പോർട്ടാണ് നിങ്ങളെ ഈ കേൾപ്പിച്ചത്. എന്താണ് ആ ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ മുസ്ലിമീങ്ങൾക്ക് പറയാവുന്ന വാചകം? അസ്സലാമു അലാ അഹ്ലിദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുടേതുമായ വീട്ടുകാർക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വയർഹമുല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ, മുമ്പേ പോയവരും ശേഷം വരുന്നവരുമായ സർവർക്കും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹ്, തീർച്ചയായും ഞങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവര് തന്നെ. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ, നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവര് തന്നെയാകുന്നു. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹും, റസൂൽ സഹാബിമാരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇദാ ഖറജൂ ഇലൽ മഖാബിരി, അവർ മഖ്ബറകളിലേക്ക്, ശ്മശാനങ്ങളിലേക്ക് പുറപ്പെടുന്ന നേരത്ത്, ഫകാന ഖായിലുഹും യഖൂലു, എന്താണ് പറയേണ്ടതെന്നോ? അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി ബിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും താമസിക്കുന്ന ഭവനത്തിന്റെ ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവര് തന്നെ. ഞങ്ങള് അസ്അലുല്ലാഹ്, അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു, ലനാ, ഞങ്ങൾക്കും വലക്കും നിങ്ങൾക്കും ആഫിയ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള എല്ലാ രൂപത്തിലുള്ള സുഖങ്ങളും എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും ഞങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ അല്ലാഹുവിനോട് ഞങ്ങളിതാ ചോദിക്കുന്നു. ഈ രണ്ട് നിലക്കുള്ള റിപ്പോർട്ടുകളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കുന്ന അവസരത്തിലല്ലേ അവിടെ ഖുർആൻ ഓതണമെന്നുണ്ടെങ്കിൽ നബി അതല്ലേ പഠിപ്പിക്കുക? നബി ഇതാണ് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അവരുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു പുറത്തു തരട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, അല്ലാഹു സൗഖ്യം നൽകുമാറാകട്ടെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനല്ലാതെ അവരെ വിളിച്ചുകൊണ്ട് തേടാൻ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഖബറിന്റെ സമീപത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ഫമൻ അറാദ അൻ യസൂറ ഫൽയസുർ വലാ തഖൂലൂ ഹുജ്റ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സിയാറത്തിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഖബർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ സന്ദർശിച്ചു കൊള്ളട്ടെ. പക്ഷേ എനിക്ക് ഈ ഉമ്മത്തിനോടൊരു വസിയത്ത് പറയാനുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, വലാ തഖൂലൂ, നിങ്ങൾ പറഞ്ഞു പോകരുത് ഹുജ്റ, ബാത്തിലായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, കുറ്റകരമായ കാര്യങ്ങൾ അവിടുന്ന് പറയാൻ പാടില്ല. ഖബറുകൾ പോയിട്ട് ഖബറാളികളെ വിളിച്ച് തേടുന്നതിനേക്കാൾ കുറ്റകരമായ ഒരു വർത്തമാനം വേറെ എന്താ ഉള്ളത്?
ഖബറാളികളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്ന വാക്കിനേക്കാൾ കുറ്റകരമായ ഗൗരവതരമായ വർത്തമാനം വേറെ ഏതാ ഉള്ളത്? ഇന്ന ശിർക ലദുൽമുൻ അലീം, ഏറ്റവും വമ്പിച്ച അക്രമമാകുന്നു ശിർക്ക്. ശിർക്ക് ചെയ്യുന്നവരോ അല്ലാഹു ഒരിക്കലും പൊറുക്കുന്നതല്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തുകൾ നമുക്ക് ഓതി കേൾപ്പിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫയാണ് പറയുന്നത്, വലാ തഖൂലൂ ഹുജറാ, വെറുക്കപ്പെട്ട വാക്കുകളൊന്നും പറയാൻ പാടില്ല. അവിടെ പോയി മറത്തടിക്കാനോ നിലവിളിക്കാനോ ക്ഷമകേടിന്റെ വർത്തമാനങ്ങൾ പറയാനോ പാടില്ല. അതിനേക്കാൾ ഗുരുതരമാണല്ലോ അവരെ വിളിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ, അവരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഖേദപ്രകടനങ്ങൾ, അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന സഹായത്തേട്ടങ്ങൾ, അവരിൽ നിന്ന് പുണ്യമാശിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഖബർ സിയാറത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനുകളെ പോലെയാക്കരുത്. എന്ത് പറഞ്ഞിട്ടാ റസൂലുള്ളാഹി പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കുറച്ച് നിസ്കരിക്കണം, നിങ്ങളുടെ വീടുകളിലേക്ക് നിസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ മാറ്റിവെക്കണം. പുരുഷന്മാരോട് പറയുന്നു, ഒരു മനുഷ്യൻ ഖൈറു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരമല്ലാത്ത മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഖൈറ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, എന്ത്? നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനുകളെ പോലെയാക്കരുത്. ഖബർസ്ഥാനിൽ ഖുർആനോത്തുണ്ടാവില്ലല്ലോ, അതേപോലെ വീട്ടിലും ഖുർആനോത്തില്ലാത്തയും നിസ്കാരമില്ലാത്തയും സ്ഥലമാക്കി മാറ്റരുത്. വീടിൽ നിങ്ങൾ ഖുർആനോദനം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ വീടുകളിൽ ഓദനം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് യൻഫിറു മിൻഹു ശൈത്താൻ, പിശാചവിടം വിട്ട് സ്ഥലം വിട്ട് ഓടിപ്പോകുന്നതാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഖബർസ്ഥാനിൽ ഓത്തു നിസ്കാരത്തിന്റെ ഈ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി മഖ്ബറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവർക്ക് സലാം പറയാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുമാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഇന്ന് ഖബറിങ്കിലേക്ക് സിയാറത്തിന് പോകുന്നത് ഏത് ലക്ഷ്യത്തിനാണ്? റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെയുള്ള ലക്ഷ്യത്തിന് വേണ്ടി പോകുന്ന സിയാറത്തുകൾ വളരെ വിരളമല്ലേ? എല്ലാരും ഖബർ തെരഞ്ഞു പോവുക. എന്തിനാ? പഞ്ചായത്ത് ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ പോവുക. അപ്പൊ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഖബറിങ്ങിലേക്ക് കോഴിക്കോട്ടുള്ള ആൾക്കാർ, ഇടിയങ്ങര ശൈഖിന്റെ പള്ളിയിലേക്ക് കോഴിക്കോട്ടുള്ള സ്ഥാനാർത്ഥികള്, ഗ്രാമപഞ്ചായത്തിലെയും പഞ്ചായത്തിലെയും നഗരസഭയിലെയും വാർഡിലെയും ഒക്കെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ ഖബറിങ്ങിലേക്ക്. എന്തിനാ? റസൂലുള്ളാഹി പറഞ്ഞതുപോലെ എന്റെ കൽബൊന്ന് മയം വരാനാ. സ്ഥാനാർത്ഥിയല്ലേ ജി, തന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ അത് പോകും, തെറിക്കും, ജൂം ഖബറിലേക്ക് പോകേണ്ടവനാണെന്ന ചിന്തയുണ്ടാകാനായി പോണത് അല്ല. പിന്നെന്തിനാ? നോമിനേഷൻ കൊടുക്കാൻ പോകുകയാണ് തങ്ങളെ, നിങ്ങൾക്കറിയാലോ. എന്നാലും ഒന്ന് പറയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കാൻ വേണ്ടി അങ്ങ് തുണയാകണം. ഇതിനു വേണ്ടിയിട്ടാ പോകുന്നത്. ചില കള്ളന്മാർ അതിനാ പോകുന്നത്. വേറെ അതിലും മായം കലർത്തുന്ന ചില കള്ളന്മാരുണ്ട്. അവർക്ക് എന്താ ഉദ്ദേശം? അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഭൂരിപക്ഷ ജനങ്ങളും തങ്ങളെ നിങ്ങളാൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങളടുത്ത് വന്നാലേ അവരെ വോട്ടന്റെ വെട്ടിയിൽ വീഴൂ. അതിനുവേണ്ടി പോകുന്നവരുണ്ട്. അങ്ങനെ പല ലക്ഷ്യക്കാരുണ്ട്. എന്തായിരുന്നാലും ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ല പോക്ക്. സമ്മേളനം തുടങ്ങാൻ നേരത്ത് കാൽനാട്ടൽ കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോ ശൈഖുനായുടെ നേതൃത്വത്തിൽ ഒരു സിയാറത്ത്. സമ്മേളനത്തിന്റെ വാഹനം പുറപ്പെടാൻ വേണ്ടിയിട്ട് വാഹനജാഥ പുറപ്പെടുമ്പോ കാസർകോട്ട് തളങ്കര മക്കാമിൽ കയറിയിട്ടൊരു സിയാറത്ത്, ഉള്ളാളത്തങ്ങളെ കണ്ടിട്ടൊരു സിയാറത്ത്. പിന്നെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോ ഭീമാ പള്ളിയിൽ കയറിയിട്ടൊരു സിയാറത്ത്. എന്തിനാ? സമ്മേളന വാഹന പ്രചരണത്തിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ കൽബൊന്ന് ഖബർ കണ്ടിട്ടൊന്ന് ഈ ദുനിയാവിന്റെ മോഹങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പോയിട്ട് ആഖിറത്തിലേക്ക് എത്തട്ടെ, ആ ചിന്തയോടുകൂടിയാണോ? അല്ല. പിന്നെന്താ ലക്ഷ്യം? സമ്മേളനം ജയിക്കണം, വഹാബികൾ ഞെട്ടണം, ജമാഅത്തിന്റെ എതിരാളികളായ വഹാബികൾ തളർത്തണം. അതിനൊക്കെ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാൻ, അതിനുപദേശിക്കാനാ പോകുന്നത്. ഇതൊന്നുമില്ലാത്ത വേറെ ചില പൊട്ടന്മാരുണ്ട്. അവര് ബലികുടീരങ്ങളെ സല്യൂട്ട് പറഞ്ഞിട്ട് അവരും ചോന്ന കൊടിയും കൊണ്ടിരിക്കും. അവർക്ക് ദൈവമില്ല, ഈശ്വരനുമില്ല. എന്നാലും എന്താണ്? സഖാവ് നായനാരുടെ മക്ബറിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ മറ്റുള്ള സഖാക്കന്മാരുടെയൊക്കെ മുമ്പിൽ ഇപ്പോഴും ജയിക്കട്ടെ, ആട്ടെ എന്നൊരു പ്രാർത്ഥനയാ. പ്രാർത്ഥനയില്ല, ഈശ്വരനുമില്ല എന്ന് പറയുന്ന ആളുകളും അവിടെ പോയിട്ടൊരു ടേ പറയാറുണ്ട്. അവരുടെയും ലക്ഷ്യം ഭൗതികമായ ലക്ഷ്യമാണ്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിയാറത്തിൽ എണ്ണ കൊണ്ടുപോകുന്ന സിയാറത്തില്ല, തുണി കൊണ്ടുപോകുന്ന സിയാറത്തില്ല, പട്ട്
കൊണ്ടുപോകുന്ന സിയാറത്തില്ല, അപ്പം കൊണ്ടുപോകുന്ന സിയാറത്തില്ല. കണ്ണപ്പവും കാതപ്പവും കയ്യപ്പവും മൂക്കപ്പവും നാക്കപ്പവും അതുപോലെ തന്നെ കാലപ്പവും പിന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അപ്പങ്ങളുമൊക്കെയായിട്ട് ഇടിയങ്ങര ശൈഖിന്റെ അപ്പവാണിഭത്തിലേക്ക് സിയാറത്തിന് പോകുന്നവരും ഇസ്ലാമിന്റെ സിയാറത്തിലല്ല പൂക്കളുമായി കൊണ്ട് സിയാറത്തിന് പോകുന്ന ആളുകളുണ്ട്. ചിലര് പറയണെന്ന് അറിയോ, ഖബറുകളിൽ മലക്കുകൾ നല്ല വരണമെന്നുണ്ടെങ്കിൽ റൈഹാൻ പോലെയുള്ള പുഷ്പങ്ങളൊക്കെ വിടുന്ന സുഗന്ധങ്ങനെ അവിടെ ധാരാളമായിട്ടുണ്ടാകണം. ആരോടത് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിലെ ഏത് സഹാബിയുടെ ഖബറിന്റെ പുറത്താണ് റൈഹാൻ പുഷ്പം വിതറിയത്? ഏത് ഖബറിന്റെ പുറത്താണ് ഊദ് പുകച്ചത്? ഏത് ഖബറിന്റെ പുറത്താണ് സുഗന്ധം പൂശിയത്? ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടാക്കിയ സമ്പ്രദായങ്ങളാണ്. അപ്പോ റസൂലുള്ള പഠിപ്പിച്ച സിയാറത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ പഠിപ്പിക്കാൻ ഈ ഖുബൂരികൾ ഒരിക്കലും വളർന്നിട്ടില്ല. കാരണം അവര് ചെയ്യുന്ന സിയാറത്തുകൾ മുഴുവൻ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി, അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചതല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവരുടെ സാധാരണക്കാര് മാത്രല്ല, അവരെ പണ്ഡിതന്മാര് വരെ ഖബറിലേക്ക് പോകുന്നത് ഈ ലക്ഷ്യത്തിനാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന ഉഗ്രവാദി സുന്നിയുടെ നേതാവ് ഖബറിങ്ങിലേക്ക് സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി എന്ന് കേൾക്കണ്ടേ? വിവാഹം കഴിഞ്ഞ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. ഇയാളുടെ പുസ്തകം പഠനങ്ങൾ പ്രബന്ധങ്ങൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ പുസ്തകത്തിന്റെ 27-ാമത്തെ പേജിൽ കാണാം, വിവാഹം കഴിഞ്ഞ് 14 വർഷമായിട്ടും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. പൊന്മള പറയാണ്, വിവാഹം കഴിഞ്ഞ് 14 വർഷമായിട്ടും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം കുണ്ടൂര് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 41 ദിവസം തുടർച്ചയായി പുത്തൻപള്ളിയിലെ ശൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മഖാമ് സിയാറത്ത് ചെയ്യാനായിരുന്നു നിർദ്ദേശം. കുട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുണ്ടൂര് ഉസ്താദ് എന്താ പറഞ്ഞത്? കുണ്ടൂര് ശൈഖ് പറഞ്ഞത് 41 ദിവസം സിയാറത്തിന് പോകണമെന്ന്. എന്തിനാ? മുത്തുനബി പഠിപ്പിച്ച സിയാറത്ത് അവിടെ കിടക്കുന്നുണ്ട്, അതിവിടെ വഹാബികൾ ചെയ്തോളും. ഇതിവിടെ ചെയ്യാൻ ഇബ്ലീസിന്റെ നിർദ്ദേശം 41 ദിവസം പോയിട്ട് സിയാറത്ത് ചെയ്തോ? എന്തിനാ? അങ്ങനെ ഞാൻ അത്